ഹലോ ഇവിടെ തൊട്ടാണ് നമ്മളെ പെരുന്നാളോട് പെരുന്നാപ്പള്ളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റമീസിനെ ഈ കോലത്തിൽ കണ്ടെന്ന് ഓന്റെ നിക്കാണെന്ന് തോന്നുന്നു. ഫൂറാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ആൾക്കാർ തിരിച്ചറിഞ്ഞ് നോമ്പ് പിന്നെയാണ് ഇബല് വന്നാനും ഇർഷാനും കൊടുത്തു ഓരോ. അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ മാനും ടീമിന് ഫോട്ടോഷൂട്ട് എടുക്കണ കണ്ട് ഇങ്ങനെ നമ്മളെ മെയിൻ പരിപാടി അജ്മലൊക്കെ ഇവിടെ നേരത്തെ എത്തി ഫോട്ടോ എടുക്കൽ തുടങ്ങിയാണ്. പിന്നെ റമീസിന്റെ വീടിന്റെ അവിടെ ഫ്രെയിം തപ്പി ഇറങ്ങിയാണ് എല്ലാവരും. റിയാസൊക്കെ മുന്നിൽ തന്നെ ഉണ്ടാണെങ്കിൽ റമീസിന്റെ ഏട്ടന്റെ കുട്ടിനായിട്ട് ഫോട്ടോക്ക് പോസ് ചെയ്യണം. എന്റെ മുഖഭാവാണെങ്കിൽ നിങ്ങളൊക്കെ ഏതാന്നുള്ള ഈ ക്യാമറയുടെ അകത്ത് നിന്ന് ഒരു പ്രാവ് പറന്നു വരില്ലോ. ഇതില് കൊറേ നേരമായി ഫ്രെയിം നോക്കാനാണ് കൊറേ ഫോട്ടോ എടുത്ത് അപ്പോഴാണ് പെരുന്നാൾ മുട്ടായിട്ട് ഇവൻ വന്നത്. റോഡ് സൈഡുള്ള എല്ലാവർക്കും ഇപ്പം മുട്ടായി കൊടുക്കണം. അങ്ങനെ അവസാനം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലായി. എല്ലാ പെരുന്നാൾക്കും ഇവിടെ തന്നെ റമീസിന്റെ വീട്ടിൽ കയറി. റമീസ് വന്ന് എല്ലാവർക്കും നല്ല ഐസ്ക്രീം ആണ്. റമീസിന്റെ അമ്മക്ക് വന്ന് എല്ലാവരോടും വിശേഷമൊക്കെ ചോദിച്ചു വേഗം അവിടെ ഇത് കനിന്റെ വീട്ടിൽ കാണാൻ ഞാനൊക്കെ അടിച്ചു പൊളിച്ചതിന് ശേഷം എന്നാണ് ഇപ്പൊ ഓന്റെ വീട്ടിൽ പോകുന്നത്. എല്ലാവർക്കും ഒരു ചെറിയ ഉൾവലി വീട്ടിലാണെങ്കിൽ വിരുന്നേരൊക്കെ നമുക്ക് അറിയാത്തല്ലോ. ഓന്റെ അമ്മ ഷാനിയാണെങ്കിൽ നമ്മളെ കണ്ടിട്ട് അറിയാത്ത പോലെ ക്യൂട്ട്നെസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ വീടിന്റെ ഉള്ളിൽ തന്നെ നല്ല ചൂടുള്ള പായസം അടിപൊളിയാണെന്ന് കനി പറയാൻ പറഞ്ഞു. ഓളുണ്ടാക്കിയതേക്കാരം പഞ്ചമനോട് കയറിയിരുന്നതും നല്ല അടിപൊളി കസ്റ്റാർഡ്. ഇതാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ്. ഞാനാണെങ്കിൽ രണ്ടട്ടൊക്കെ. പിന്നെ സൽമാന്റെ ഉമ്മാനൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് പോകാൻ വേണ്ടി മെയിൻ ആയ എന്റെ പേര് എല്ലാവരും വരിവരിയായിട്ട് വണ്ടി വന്ന് നിർത്തി. എന്റെ വീട്ടിലും പായസം തന്നെ എല്ലാവർക്കും പായസം കൊടുത്തു. എന്റെ അടുക്കാണ് ഷെമീല വിളിച്ചത്. ചെക്കൻ പെരുന്നാളിന്റെ അന്നും ബാംഗ്ലൂരിൽ എന്നോട് നേരെ ഇർഷാനോട് നല്ല മധുരമുള്ള മാംഗോ ജ്യൂസിന്റെ കളറും എന്റെ ഷർട്ടും തമ്മിൽ നല്ല ചേർന്ന്. എന്റെ മാങ്ങന്റെ പൂജ തീരാത്ത എന്റെ പെരന്റെ മുറ്റത്തുള്ള മൂച്ചിമ്മന്ന് ആർക്കും മാങ്ങ മുറിച്ച് തരാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഞാൻ പോയത് കുഞ്ഞോന്റെ വീട്ടിൽ. നല്ല പ്രത്യേകം പറഞ്ഞാണ് പോണം. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോ ചെറുക്കല പ്രദേശം മുഴുവൻ നേരെ എന്നെ തന്നിരുന്നു ക്യാമറ ഇട്ട് വന്നപ്പോ എല്ലാവരും കുഞ്ഞോനോട് ഇറങ്ങിയപ്പോഴാണ് അപ്രതീക്ഷിതമായി ബാബട്ട് ഒരു ഫോട്ടോ കാണിച്ചത് അതാരാ നോക്കുന്നു പറഞ്ഞാണ്ട്. എന്റെ വാപ്പാൻ ഇങ്ങനെ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കതൊരു വലിയ സംഭവം. പിന്നെ ഞാൻ ഇവരെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയി. നല്ലൊരു അടിപൊളി അവിടെ എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി ഔക്കുനെ എടുത്ത് ക്യാമറ കണ്ടപ്പോ നേരെ ആശിന്റെ അടുത്തേക്ക് പോയി. ഓല് നമ്മളെന്തോ കോഴിക്കോട്ടെ തടിയിൽ എന്തോ പൈസ കിട്ടിയില്ലെന്നോ പൈസ കൊടുത്തു അങ്ങനെ എല്ലാവരും കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ വേഗം അവിടെ. അപ്പൊ ഇത്രയുള്ളൂ പെരുന്നാള്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.